ഷോൺ ജോർജ്, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി BJPയുടെ ഭാഗത്തുണ്ടാവും? തീർച്ചയായിട്ടും ഇത് എല്ലാ കാലത്തും ഇത് നാളെ ഒരു ഭീഷണിയായി വരുന്ന സാഹചര്യമാണ്. ഒരു കാര്യം ഉറപ്പുവരുത്താൻ തീർച്ചയായിട്ടും സ്വതന്ത്രമായി പരീക്ഷിത പ്രവർത്തനം നടത്താൻ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഇത് മതസ്വാതന്ത്ര്യമാണ്. എന്നാൽ ഇതിൻ്റെ ഒരു മറുസൈഡ്, ഇതിൻ്റെയൊക്കെ മറവിൽ നടക്കുന്ന ഈ നിർബന്ധിത മതപരിവർത്തനത്തെ ഒരിക്കലും അംഗീകരിക്കുക, അത് നിയമപരമായി തടയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായി മതപരിവർത്തനം നടത്തിയെന്ന പേരിൽ ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ ഉണ്ടാകാതിരിക്കാൻ നിർബന്ധമായും BJP പറഞ്ഞത് ക്ലിയർ ആണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, സ്റ്റേറ്റ് പ്രസിഡന്റിന് ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? എത്രയോ പ്രാവശ്യം അദ്ദേഹം റിപ്പീറ്റ് ചെയ്തൊരു കാര്യം വീണ്ടും ചോദിക്കുമ്പോൾ, ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം അതിന് മുമ്പ് രണ്ടുപേർ ചോദിച്ചു, അദ്ദേഹം റിപ്പീറ്റ് ചെയ്തത് ഈ കാര്യം മറുപടി വന്നിട്ട് അല്ലല്ല. ശരി, എത്ര ചോദ്യത്തിനാണ് ഒരാൾ എത്ര ചോദ്യത്തിന് മറുപടി പറയും? ഈ എക്സ്പ്ലെയിൻ വെൽ. 3 ചോദ്യത്തിന് മാത്രമേ മറുപടി പറഞ്ഞു. അല്ല, അതിനു മുമ്പ് അവിടെ സംസാരിച്ചിരുന്നല്ലോ. ഇത് പാർട്ടി തീരുമാനമെടുത്തിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത പറഞ്ഞു. ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചു, കൺവേർഷൻ ആൻഡ് ഫോഴ്സ്ഫുൾ കൺവേർഷൻ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്. താങ്ക് യു. എന്തായാലും രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല എങ്കിലും BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ആ കാര്യത്തിന് മറുപടി തന്നിട്ടുണ്ട്.